നമസ്കാരം. എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷനും കരുവന്നൂരും വരെ. ഇതെന്താ ഇങ്ങനെ പറയുന്നത് എന്നാണ്. ഇങ്ങനെ പറയിക്കണമായിരുന്നു എന്ന് പറയുന്നവർ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന രാധാകൃഷ്ണൻ, ആ രാധാകൃഷ്ണന്റെ തൊപ്പി തെറിച്ചത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. ആര് വിചാരിച്ചിട്ടാണ് നടന്നത് എന്നും ആർക്കും അറിയില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് കൂടി ആർക്കും അറിയില്ല. നമ്മൾ മറക്കാത്ത പേരുകളിൽ ഒന്നാണ് സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് അടക്കം അന്വേഷിച്ച എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് പി രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പുറത്താക്കിയതിലൂടെ വെളിവായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തിയ കെട്ടുകഥകളുടെ നിജസ്ഥിതി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് രാധാകൃഷ്ണനെ പുറത്താക്കിയത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ നിജസ്ഥിതി എന്താണോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട്. കേരളത്തെ ഇളക്കി മറിച്ച സ്വർണ്ണക്കടത്ത് കേസിന്റെ തിരക്കഥ മുഴുവൻ രചിച്ചത് ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിട്ടതും ഇ ഡിയും കസ്റ്റംസും സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പുലബന്ധം പോലും ഇല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നതും തിരക്കഥയുടെ രൂപത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അതിലൊന്നായിരുന്നല്ലോ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് എന്ന് പറയപ്പെടുന്നത്. എന്ത് സംഭവിച്ചു ലൈഫ് മിഷൻ കേസിന്? അപ്പോൾ ഈ ലൈഫ് മിഷൻ കേസിൽ നിന്ന് ലഭിച്ച പണമാണ് ശിവശങ്കറിന്റെ ലോക്കറിൽ ഉണ്ടായിരുന്നത് എന്ന് ഇ ഡി ഒരിടത്ത് പറഞ്ഞപ്പോൾ മറ്റൊരിടത്ത് സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ചതായിരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ കൈക്കൂലി കേസിലാണ് രാധാകൃഷ്ണൻ പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുങ്ങിയത് എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ്. നിർബന്ധിത വിരമിക്കൽ എന്ന നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൻ 56J പ്രകാരമുള്ള നടപടി ഇപ്പോൾ രാധാകൃഷ്ണനെതിരെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എം ശിവശങ്കറിന്റെ അറസ്റ്റിനടക്കം നേതൃത്വം കൊടുത്തതും ഇതേ പി രാധാകൃഷ്ണനാണ്. കേസിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ നടന്നെന്നുള്ള ആരോപണങ്ങൾ ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. മറ്റു ചില സുപ്രധാന കേസുകളിലും പി രാധാകൃഷ്ണൻ അസാധാരണവും വഴിവിട്ടതുമായിട്ടുള്ള ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയത്, ഈ ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പി രാധാകൃഷ്ണൻ. പിന്നീട് വീണ്ടും ഇദ്ദേഹം കൊച്ചിയിൽ ചാർജെടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് കശുവണ്ടി വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബു ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. അന്ന് അനീഷ് ബാബു ഉന്നയിച്ച പേരുകളിൽ പി രാധാകൃഷ്ണനും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന്റെ പേര് തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡിയിൽ ആഭ്യന്തര അന്വേഷണം നടന്നു വരികയായിരുന്നു. പി രാധാകൃഷ്ണനെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള നടപടി വന്ന നാളുകൾക്ക് ശേഷമാണ് ഇപ്പോ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ തന്നെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം വരെ കൊണ്ടെത്തിക്കുവാൻ രാധാകൃഷ്ണന് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തെ പിടിച്ചുലച്ച മറ്റൊരു കേസാണല്ലോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. ആ കേസിലും രാധാകൃഷ്ണനാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഇ ഡിക്ക് സുപ്രീം കോടതി നൽകിയ വിശാലമായിട്ടുള്ള അധികാരത്തിന്റെ മറവിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വൻ അഴിമതിക്ക് കളമൊരുക്കിയത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശിവശങ്കറിന്റെ അറസ്റ്റിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഇയാൾ ലക്ഷ്യമിട്ടത് എന്നും ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം 18 അടവും പയറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഒരുപറ്റം മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചിറക്കിയ വാർത്തകളെല്ലാം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതോടെ സംഭവം ചീറ്റിപ്പോയി. സ്വപ്ന സുരേഷിനെ 8 തവണ ചോദ്യം ചെയ്തപ്പോഴും ശിവശങ്കറിന് താനുമായിട്ട് സൗഹൃദം മാത്രമാണ് എന്നായിരുന്നു മൊഴി. കേസുമായിട്ട് ബന്ധമില്ല എന്നും മൊഴി നൽകി. ഏറ്റവും ഒടുവിൽ ചിലർ ഒരുക്കിയ തിരക്കഥയായിരുന്നു ശിവശങ്കറിന്റെ അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ഉയർന്ന സംശയം എന്ന് പറയപ്പെടുന്നത്. എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന ഒറ്റ മൊഴിയാണ് ശിവശങ്കറിൽ നിന്ന് ഇവർ ആവശ്യപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അദ്ദേഹം വഴങ്ങിയിട്ടില്ല അതിന്. മറ്റൊരു മാധ്യമ പ്രവർത്തകനെ കൂട്ടുപിടിച്ച് ശിവശങ്കറിന് തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടമുണ്ട് എന്നത് ഒരു വാർത്തയാക്കിയല്ലോ. അത് വലിയ വിവാദവുമായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഫലം ഈ വാർത്ത എഴുതിയ ലേഖകനും സ്ഥാപനവും ഒക്കെ ഇന്ന് ശിവശങ്കർ നൽകിയ മാനനഷ്ട കേസിന്റെ പിന്നാലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വിചാരണ സമയത്ത് ഇ ഡി തന്ന വാർത്തയാണ് എന്നാണ് ഈ സ്ഥാപനവും ലേഖകനും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷെ 3 ദിവസം മുമ്പ് ഇതേ രാധാകൃഷ്ണനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിട്ടും ആരും വാർത്ത കൊടുത്തില്ല. അതെന്തുകൊണ്ട് എന്ന് അന്വേഷിക്കണ്ടേ? ആരും അന്വേഷിച്ചില്ല. സ്വർണ്ണക്കേസ് അന്വേഷണ വേളയിൽ തന്നെയാണ് അഴിമതി കേസിൽ വിജിലൻസ് രാധാകൃഷ്ണനെതിരെ കേസെടുത്തത്.
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രാധാകൃഷ്ണൻ പഠിച്ചപടി 18 പയറ്റി. സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വപ്ന സുരേഷിന് സുരക്ഷയൊരുക്കിയ 2 വനിതാ പോലീസുകാരുടെ മൊഴിയും അന്ന് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് സ്വപ്ന രാധാകൃഷ്ണനെതിരെ ആരോപണമുയർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇയാൾ നിർബന്ധിച്ചിരുന്നു എന്നായിരുന്നു ഇവരുടെ മൊഴി. സ്വപ്നയുടെ വോയിസ് മെസ്സേജും ഒക്കെ ഈ സമയത്ത് ആ സാഹചര്യത്തിൽ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇത് പിന്നീട് നിർബന്ധിച്ച് തന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനുശേഷമാണ് ഇ ഡിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും പുറത്തു വന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കാണ് എന്ന് പറഞ്ഞ് 3 കോടി രൂപ വരെ പ്രതികൾ വാങ്ങി എന്ന വിവരം വിജിലൻസിൽ ലഭിക്കുകയും ചെയ്തു. ഫോണിലൂടെ അടക്കം ലഭിച്ച പരാതികളിൽ നിന്നാണ് ഇക്കാര്യമൊക്കെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. 2ാം പ്രതി വിൽസൺ വർഗീസ് താൻ ഇടപെട്ട ഒരു കേസ് ഒതുക്കിയ കാര്യം പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബുവിനോട് ഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഫോൺ സംഭാഷണം സഹിതമാണ് അനീഷ് ബാബു വിജിലൻസിന് പരാതി നൽകിയത്. അപ്പോൾ ഈ നിർണായക തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഒരുക്കിയ അല്ലെങ്കിൽ ഇ ഡി ഒതുക്കിക്കളഞ്ഞ കേസുകളിലേക്ക് അന്വേഷണം ആരംഭിച്ചത്. 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെങ്കിലും 30 ലക്ഷത്തിന് ഒതുക്കാമെന്ന് വിൽസൺ ഉറപ്പ് നൽകുന്നതാണ് ആ ടേപ്പിലുള്ളത് അല്ലെങ്കിൽ ആ സംഭാഷണത്തിലുള്ളത്. പണം നൽകിയാൽ പിന്നെ ഇ ഡിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നും പറഞ്ഞു. അല്ലാത്ത പക്ഷം ഇ ഡി പൂട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പല കേസുകളിലും താൻ ഇ ഡിക്ക് വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പുമായിട്ട് നല്ല ബന്ധമാണുള്ളത് എന്നും വിൽസൺ പറയുന്ന ഭാഗങ്ങൾ വരെ അതിനകത്തുണ്ട്. ഇ ഡി സമൻസ് അയച്ചതിന് പിന്നാലെയായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം. 2 മുതൽ 4 വരെ പ്രതികളായിട്ടുള്ള വിൽസൺ വർഗീസ്, മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടുള്ള രഞ്ജിത്ത് വാര്യർ എന്നിവരൊക്കെ വിജിലൻസിന് മുന്നിൽ ഹാജരാകേണ്ട ഒരു സാഹചര്യമൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്ന് പറയപ്പെടുന്നത് സ്വപ്ന സുരേഷിന്റെ വാദഗതികൾ അറിഞ്ഞുകൊണ്ട് അന്ന് ഇ ഡിയുടെ അന്വേഷണം ഉണ്ടായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടറിന് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ കൃത്യമായിട്ടൊക്കെ അന്വേഷണം നടത്തി. അങ്ങനെ അന്വേഷണം നടത്തി കൃത്യമായിട്ട് ശിവശങ്കരനെ അടക്കമുള്ളവരെ ജയിലിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇപ്പോൾ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള രാധാകൃഷ്ണനെ തൊപ്പി തെറിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ പറയുന്നത് ഇതൊന്നും ഇവിടെ നടന്നതല്ലേ? മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും കരുവന്നൂരും ഒക്കെ നടന്നതാണോ എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതാകുന്നു. ഇതിന്റെയൊക്കെ അന്വേഷണം നടത്തിയ ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണന്റെ തൊപ്പി താനേ തെറിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കേന്ദ്ര സർക്കാർ അടക്കം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പല ചോദ്യങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ആവശ്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ സ്വപ്ന സുരേഷ് തുറന്നുവിട്ട ആ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഭൂതം, ആ സ്വർണം പിടിവിടാതെ പിന്തുടരുകയാണ് പിണറായി സർക്കാരിനെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2016 മുതൽ ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിൽ 2018 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർത്ത കോട്ടം എന്ന് പറയപ്പെടുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ശബരിമല വിവാദമാകുമ്പോഴും സ്വർണ്ണക്കടത്ത് മുതൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വരെയുള്ള തലത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാധാകൃഷ്ണനെ പൂട്ടിയത് കൊണ്ടോ ഒരു രാധാകൃഷ്ണന്റെ തൊപ്പി തെറിപ്പിച്ചത് കൊണ്ടോ തെറ്റുകൾ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവരാരും നിയമത്തിന്റെ പരിധിക്ക് അപ്പുറമല്ല എന്ന് പറയാം. അവിടെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇതൊന്നുമല്ലാത്ത നിരപരാധിയാണ് ഇവരെങ്കിൽ, മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ നിരപരാധികളാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അവർ പുറത്തു പോട്ടെ, അവർക്ക് ക്ലീൻ ചിറ്റ് നൽകട്ടെ, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെ നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സംവിധാനങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച സ്വർണ്ണക്കടത്ത് മുതൽ, അതായത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് മുതൽ, പിന്നെ ലൈഫ് മിഷൻ പദ്ധതി മുതൽ, അന്നത്തെ കരുവന്നൂർ ബാങ്ക് സഹകരണ ബാങ്ക് തട്ടിപ്പ് മുതൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയാൻ പറ്റുന്ന അഴിമതി കഥകൾ ഒട്ടനവധിയുണ്ട്. ഇന്ന് അവസാനം നമ്മൾ എത്തിയിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കം അഴിമതിയുടെ കറുത്ത കരങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാത്തിനും പിന്നിലും വലിയ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് മന്ത്രിമാരുടേതാണോ അതോ മുഖ്യമന്ത്രിയുടേതാണോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആണോ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണ് എന്ന് മാത്രം ഈ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ കഴിയാതായി പോകുന്ന ഒരു മാജിക്കാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2016 മുതൽ ഇങ്ങോട്ട് 2026 വരെ എത്തുമ്പോൾ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന അഴിമതി കഥകൾ അന്വേഷിച്ചവരൊക്കെയും ജയിലിലാവുകയോ അല്ലെങ്കിൽ ഇതുപോലെ കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ടുകൊണ്ട് പുറത്താക്കുകയോ ചെയ്യപ്പെടുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികളാണ് പലപ്പോഴും യഥാർത്ഥ പ്രതികളിലേക്കും കുറ്റവാളികളിലേക്കും എത്താത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി രാധാകൃഷ്ണനും അത്തരത്തിൽ അഴിമതി കേസിലെ വില്ലനാണ് എങ്കിൽ അയാൾ പുറത്തു പോകട്ടെ, അത് കാലം അയാൾക്ക് കാത്തുവെച്ച കാവ്യനീതിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതുപോലെ തന്നെ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ പദ്ധതിയും കരുവന്നൂരും ഒന്നും ഇവിടെ ഉണ്ടാകാത്തതാണോ? ഈ പദ്ധതികളെല്ലാം ഇവിടെ നടപ്പിലാകാത്തതാണോ? ഇതൊക്കെ ഇവിടെ നടന്നതല്ലേ? നടന്നത് എന്ന് പറയപ്പെടുന്ന അഴിമതിയുടെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളികൾ അവരാരാണെങ്കിലും ഈ മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. അതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. രാധാകൃഷ്ണന്റെ തൊപ്പി തെറിപ്പിക്കുകയോ തെറിപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഈ സ്വർണ്ണക്കടത്തിലെ, ലൈഫ് മിഷനിലെ, കരുവന്നൂർ സഹകരണ ബാങ്കിലെ, ഇപ്പോൾ അവസാനം ശബരിമലയിലെ സ്വർണ്ണക്കൊളയിൽ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള മന്ത്രിമാരാണെങ്കിലും അതിനകത്ത് മുഖ്യമന്ത്രി ഉണ്ടെങ്കിലും ഇനിയല്ല ഉദ്യോഗസ്ഥരാണെങ്കിലും ആരാണെങ്കിലും അഴിയെണ്ണേണ്ടത് ആവശ്യമാണ്.